ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഇറാന്റെ അരാഖ് ആണവ റിയാക്ടർ തകർന്നു കിടക്കുന്നതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇറാൻ ഇസ്രയേൽ ആശുപത്രിക്ക് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചതിന്റെ പ്രതികാരമായിട്ടായിരുന്നു ആണവ റിയാക്ടർ തകർത്തത്. ടെഹ്റാനിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന അരാഖിലെ റിയാക്ടർ കരിഞ്ഞും പുകഞ്ഞും കിടക്കുകയാണ് ദൃശ്യങ്ങളിൽ. നമുക്കറിയാം, ഇറാനിൽ മാധ്യമ സ്വാതന്ത്ര്യമില്ല. വിദേശ ചാനൽ മാധ്യമ പ്രവർത്തകരെ അനുവദിക്കില്ല. അതിനാൽ തന്നെ ഇറാനിലെ നാശങ്ങളുടെ ദൃശ്യങ്ങൾക്ക് ഉപഗ്രഹ ദൃശ്യങ്ങളെ ആശ്രയിക്കുമ്പോൾ ജനാധിപത്യവും മാധ്യമ സ്വാതന്ത്ര്യവുമുള്ള ഇസ്രയേലിൽ നിന്നും എല്ലാ ദൃശ്യങ്ങളും അപ്പോൾ തന്നെ ലോകത്തിന് ലഭ്യമാണ്. ഉയർന്ന റെസല്യൂഷനുള്ള ചിത്രങ്ങൾ റിയാക്ടർ ഡോമിന്റെ മുകൾ ഭാഗത്തിന്റെ തകർച്ചയ്ക്കൊപ്പം തന്നെ ഡിസ്റ്റിലേഷൻ ടവറുകൾ ഉൾപ്പെടെയുള്ള സമീപകാല അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ദൃശ്യമായ നാശവും വെളിപ്പെടുത്തുന്നുണ്ട്. പ്രൊജക്ട് ലൈറ്റുകൾ കോമ്പൗണ്ടിൽ പതിച്ചതായി ഇറാനിയൻ അധികൃതർ സമ്മതിച്ചില്ലെങ്കിൽ പോലും നാശത്തിന്റെ വ്യാപ്തി അവർ തുടക്കത്തിൽ വെളിപ്പെടുത്തിയിരുന്നില്ല. ഇസ്രായേലി ആക്രമണത്തിന്റെ ആഘാതത്തിന്റെ ഏറ്റവും വിശദമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഇറാനും 6 ലോകശക്തികളും തമ്മിലുള്ള ആണവ കരാറായ 2015 സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതിയുടെ ചർച്ചകളിൽ അരാഖ് റിയാക്ടർ ഒരു തർക്ക വിഷയമായിരുന്നു. ആ കരാറിന്റെ ഭാഗമായി പ്ലൂട്ടോണിയം ഉൽപാദനം ഗണ്യമായി കുറയുന്നതിനും കോൺക്രീറ്റ് ഒഴിച്ച് കാമ്പിന്റെ ഒരു ഭാഗം പ്രവർത്തനരഹിതമാകുന്നതിനും റിയാക്ടർ പുനർരൂപകൽപ്പന ചെയ്യുമെന്ന് ഇറാൻ പ്രതിജ്ഞയെടുത്തിരുന്നു. എന്നിരുന്നാലും 2018 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ കരാറിൽ നിന്നും US പിന്മാറിയതിനെ തുടർന്ന് പുനർരൂപകൽപ്പനയിലെ പുരോഗതി നിലയ്ക്കുകയായിരുന്നു. 2019 ഇറാന്റെ ആണവോർജ സംഘടനയുടെ തലവനായ അലി അക്ബർ സഹേലി പ്രവർത്തനരഹിതമായ ഘടകങ്ങൾ വീണ്ടും കൂട്ടിച്ചേർക്കുന്നതിനായി ഡ്യൂപ്ലിക്കേറ്റ് ഭാഗങ്ങൾ രഹസ്യമായി വാങ്ങിയതായും ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ വെളിപ്പെടുത്തിയിരുന്നു. 1980-88 കാലഘട്ടത്തിൽ ഇറാഖുമായുള്ള യുദ്ധത്തിന് മറുപടിയായി തന്നെ ആണവശേഷി വികസിപ്പിക്കാനുള്ള ഇറാൻ തീരുമാനത്തെ തുടർന്നുകൊണ്ടാണ് 1990കളിൽ അരാഖ് എന്ന ആശയം ആദ്യം രൂപപ്പെട്ടത്. അന്താരാഷ്ട്ര സ്രോതസ്സുകളിൽ നിന്ന് ഒരു ഘനജല റിയാക്ടർ വാങ്ങാൻ കഴിയാതെ വന്നതോടുകൂടി തന്നെ ടെഹ്റാൻ സ്വന്തമായ ഒരു ഘനജല റിയാക്ടർ വികസിപ്പിക്കാൻ തീരുമാനിച്ചു. അസോസിയേറ്റഡ് പ്രസിന്റെ അഭിപ്രായത്തിൽ ഘനജല റിയാക്ടറുകൾ ലൈറ്റ് വാട്ടർ റിയാക്ടറുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം അവ ന്യൂട്രോൺ മോഡറേറ്ററായി സ്റ്റുഡീരിയം ഓക്സിഡൈസ്ഡ് ഉപയോഗിക്കുന്നു. ഇത് പ്രകൃതിദത്ത യുറേനിയത്തിന്റെ ഉപയോഗത്തിനും ഉൽപാദനത്തിനുമായി പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാനിലെ പ്രധാന ആണവ നിലയമായ അറാഖ് നിലയം ഇസ്രായേൽ മിസൈലിട്ട് തകർത്തു അല്ലെങ്കിൽ ആക്രമിച്ച് തകർത്തു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിക്കുന്നത്. ഇസ്രായേൽ സ്റ്റേറ്റ് ടെലിവിഷനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആക്രമണത്തിന് മുൻപേ തന്നെ ആളുകളെ പ്രദേശത്തു നിന്നും ഒഴിപ്പിച്ചിരുന്നു. ടെഹ്റാനിൽ നിന്ന് 250 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ട് അറാഖ് ആണവ നിലയം സ്ഥിതി ചെയ്യുന്നതും. നിലയം തകർന്നെങ്കിലും അണുവികരണം ഉണ്ടായതായി ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആക്രമണത്തിന് മുന്നോടിയായി തന്നെ ഇസ്രായേൽ സൈന്യം സമൂഹ മാധ്യമങ്ങളിലൂടെ നിലയം ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ആളുകളോട് ഒഴിയാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നിലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല. അടുത്ത വർഷത്തോടെ തന്നെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാനായിരുന്നു ഇറാൻ പദ്ധതിയിട്ടിരുന്നതും. ആണവായുധം ഉണ്ടാക്കാനായി പ്ലൂട്ടോണിയം സംസ്കരിച്ചെടുക്കാനായിട്ടാണ് ഈ നിലയത്തിലൂടെ തന്നെ ഇറാൻ ലക്ഷ്യമിട്ടതും. കനത്ത വ്യോമാക്രമണത്തെ തുടർന്നുകൊണ്ട് അറാഖിലെ റിയാക്ടർ നിലവിൽ പ്രവർത്തനരഹിതമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.